വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ റഹ്മത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേ പറഞ്ഞയച്ചത്. ഉടമയിൽ നിന്ന് അടിമയിലേക്ക് രണ്ടെണ്ണേ വിട്ടെടുക്കുള്ളൂ. ഒന്ന് റഹ്മത്ത്, അല്ലെങ്കിൽ നിഖ്മത്ത്. ഒന്ന് അനുഗ്രഹം, അല്ലെങ്കിൽ ശിക്ഷ. ഇപ്പം നമുക്ക് നട്ടല് നിവർത്തിയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? അത് റഹ്മത്താണ്. ആ നട്ടല് നിവർക്കാൻ കഴിയാതിരിക്കുക അതൊരു നിഖ്മത്താണ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കഴിയണില്ല. അതേ സമയത്ത് ഒരു നിഖ്മത്തുള്ളവന് മറ്റു റഹ്മത്തുണ്ടായേക്കാം. ശ്വാസം പോകുന്നുണ്ട്, അത് റഹ്മത്താണ്. റഹ്മത്തിൻ്റെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ ലോകത്ത് എന്തുകൊണ്ടാണ് പർവ്വതങ്ങളുണ്ടായത്? പർവ്വത റഹ്മത്താണ്. റഹ്മത്താണെങ്കിൽ അതിൻ്റെ വാസിത്ത മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ടാണ് സമുദ്രം ഒരു റഹ്മത്താണ്. റഹ്മത്തിൻ്റെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല. ഒന്നും തിരിയാത്തവനെ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ എത്തിയ ഒരു എന്താ പറയുക, ഒരു ബീജത്തിൻ്റെ ആറ്റം, അതാണ് ഇപ്പോൾ ഈ കോലത്തിലായതെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനത് അംഗീകരിക്കൂലല്ലോ. അതിനപ്പം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവുമോ എന്നോ പറയില്ലേ. എന്നതുപോലെയാണ് എന്തൊരു റഹ്മത്ത്. കടലിൻ്റെ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. പർവ്വതത്തിൻ്റെ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. എന്താണ് അതെനിക്കറിയില്ല. അതെങ്ങനെയാണ് അതും എനിക്കറിയില്ല. നമുക്ക് അറിയൂല. നമുക്ക് അറിവില്ല എന്നതുകൊണ്ട് അതില്ല എന്നല്ല, നമ്മൾക്ക് അറിവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഏതൊരാളും അള്ളാഹുവിലേക്ക് ചേരണമെങ്കിൽ റസൂൽ എന്ന ഒരാൾ അവിടെ ഉണ്ടാകണം. ആ റസൂലിൻ്റെ ധർമ്മമാണ് അള്ളാഹുവിലേക്കുള്ള ചേർച്ച. അതുകൊണ്ടാണ് സമയാസമയങ്ങളിലൊക്കെ സ്വലാത്തെല്ലാം പറഞ്ഞത്. വാതിലാണ് തുറക്കേണ്ടത്. വാതിൽ മുഹമ്മദ് മുസ്തഫയാണ്. അതിൻ്റെ മിഫ്താഹ് സ്വലാത്താണ്. അതുകൊണ്ടാണ് സമയാസമയങ്ങളിലൊക്കെ സ്വലാത്തിലേക്ക് കൂടി നടന്നത്. കാരണം ഈ സ്വലാത്ത് എത്തിച്ചേരുന്നത് ഒരു നബിയിലേക്കാണ്. ആ നബി എന്ന് പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള വാതിലാണ്. ആ വാതിൽ തുറക്കാനുള്ള കാരണം, ആ വാതിൽ തുറക്കണമെങ്കിൽ എന്ത് വേണം? ഈ സ്വലാത്ത് വേണം. സ്വലാത്ത് പോലെ വേറൊന്നുമില്ല. നിസ്കാരം തള്ളാം, സ്വലാത്ത് തള്ളൂല. ഫീ കുല്ലി അമലിൻ മഖ്ബൂലുൻ വമർദൂദുൻ. അവിടെ നമ്മൾ രക്ഷപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ചിന്തിക്കണം. പുതിയ കാലത്തെ ആളുകൾക്ക് അറിയൂല. പുതിയ കാലത്തെ ആളുകൾക്ക് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിയില്ല. രക്ഷയുടെ വഴി അറിയൂല. നമ്മൾ ചന്ദ്രനിൽ വെള്ളം ഉണ്ടോയെന്നല്ലല്ലോ അറിയേണ്ടത്. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ കിണറ്റിൽ വെള്ളം ഉണ്ടോയെന്നല്ലേ ചെറിയുണ്ട്. എൻ്റെ കിണറ്റിൽ വെള്ളം ഉണ്ടോ നോക്കാൻ എനിക്ക് നേരല്ല. ഗവേഷണത്തിൽ 16 കൊല്ലായി ചന്ദ്രനിൽ വെള്ളമുണ്ടോ ഈ വിട്ടിയല്ലേ. ചന്ദ്രൻ വെള്ളം ഉണ്ടായി ആയിക്കോട്ടെ. അവിടെ കുട്ടികളുണ്ടെങ്കിൽ കുടിച്ചോട്ടെ. അവിടെ കുട്ടികളെ കുട്ടികളുണ്ടെങ്കിൽ ചന്ദ്രനിൽ വെള്ളം കുടിച്ചോട്ടെ. എനിക്കെന്താ? ഇനി ചന്ദ്രനിൽ പോകുന്നുണ്ടോ? അല്ല, അതൊക്കെ ഗവേഷണം ചെയ്തൂടെ? നേരം വേണം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ കിണറ്റിൽ വെള്ളം ഉണ്ടോയെന്നാണ്. പിന്നെ അടുത്ത അമ്മണിയടത്തിൻ്റെ വീട്ടിൽ വെള്ളം ഉണ്ടോയെന്നാണ്. കാരണം ഇവിടെ വെള്ളം പറ്റിയാൽ അവിടെ നിൽക്കാമല്ലോ. ഇവിടെ 2 കോല് വെള്ളമുണ്ട്, അവിടെ 10 കോലുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളോട് പറഞ്ഞു, നമ്മളിത് പറ്റുകയാണെങ്കിലും അമ്മണിയടത്തി നല്ലൊരു സ്ത്രീയാണ്, അപ്പോൾ അവരെ വെള്ളം എടുക്കാം. അപ്പോൾ അത് നിനക്കറിയാം. എൻ്റെ വെള്ളവും അമ്മിണിയത്തിൻ്റെ കിണറ്റിലെ വെള്ളവും നിനക്കറിയില്ല. 16 കൊല്ലം ഗവേഷണത്തിലാണ് ചന്ദ്രൻ. ഇതാണ് ഇന്നത്തെ നമ്മളവസ്ഥ. നമ്മുടെ രക്ഷ എന്താണെന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ രക്ഷ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി. നബിയുടെ മേൽ സ്വലാത്തില്ല. അള്ളാഹു വിശ്വസിക്കുന്നവർ. കാരണം അള്ളാഹു അങ്ങനെ പറഞ്ഞില്ലേ. ഇനി എന്താ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കേണ്ടത്?
നമ്മളെ കാര്യമല്ലേ നോക്കണ്ടുള്ളൂ, പിന്നെ ഒഴിവുണ്ടെങ്കിൽ നോക്കിയാൽ പോരെ. അപ്പം നമ്മളെല്ലാവരും അത് ചിന്തിക്കണം. അല്ലാണ് നമ്മൾ ആവശ്യമില്ലാത്ത തലകളയും. അസൽ മുസ്തഫായോ മയ്യജൂദൂബിവസ്ലി. അപ്പോൾ കവിയുടെ പ്രതീക്ഷ അസ, ഞാൻ അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ല, ഒരു ദിവസം നബി എന്നെ എത്തിച്ച് തന്നേക്കാം. കവിയുടെ പ്രതീക്ഷയാണ്. അസൽ മുസ്തഫായോ മയ്യജൂദൂബിവസ്ലി. ഈ മാദിഹിൻ്റെ ചേർച്ച കൊണ്ട് ബിവസ്ലിഹി, ഈ മാദിഹ് ഈ പ്രശംസിക്കുന്നവൻ, നബിയെ പ്രശംസിക്കുന്നവൻ, ഇവൻ്റെ വസ്ല് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ചേർച്ച കൊണ്ട് നബി ഒരു ദിവസം ധർമ്മം ചെയ്തേക്കാം. ഇപ്പോഴും ആയിട്ടില്ല, ഒരു ദിവസം റസൂലുള്ളാഹിൻ്റെ ഒരു ധർമ്മം വന്നേക്കാം. ഈ മാദിഹിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് തന്നേക്കാം. രണ്ടാമത്തെ അർത്ഥം വെക്കാം. അസൽ മുസ്തഫ നബി ആയേക്കാം. യജൂദു ബിവസ്ലിഹി, ഈ മാദിഹിനെ നബിയിലേക്കുള്ള ചേർച്ചക്ക് ധർമ്മം ചെയ്താക്കാം. നബിയിലേക്ക് ചേരുക. നബിയിലേക്ക് ചേർന്നവൻ ആരിലേക്ക് ചേരും? അള്ളാഹുവിലേക്ക്. നബിയിലേക്ക് തന്നെ എപ്പോഴും ചേർന്നിട്ടില്ല. നമ്മളിങ്ങനെ പറയാണ്, ഞാൻ അവിടെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഔലിയാണ്, ഞാൻ ചെയ്യാൻ പാടില്ല. അതിനിപ്പോൾ ആരും കുഴപ്പമില്ല, കേസ് കൊടുക്കൂലല്ലോ. ഓരോരുത്തരും പറഞ്ഞോളി, കണ്ടവരൊക്കെ പറഞ്ഞോളി, ഞാൻ ഔലിയാണ്, എൻ്റെ ഉസ്താദ് ഔലിയൻ്റെ ഔലിയാണ്, എൻ്റെ ഷേഖ് കുത്തുബുൽ അഖ്താബ ഒക്കെ പറഞ്ഞോളിയടാ. ഇതിനൊന്നും ഇന്ത്യൻ സർക്കാർ കേസെടുക്കൂല, ജയിലിൽ കൊടുക്കൂല, എനിക്ക് എന്തും പറയാം. അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. രക്ഷപ്പെടണമെങ്കിൽ റബ്ബിൻ്റെ റസൂല് നിന്നെ ചേർത്ത് തരണം, എന്നാൽ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എന്ന് മരിക്കണ ദിവസം ചേർത്ത് തന്നാലും മതി, മരിക്കണം എന്നാണ് ചേർത്ത് തന്നു മതി, അത്രേ ആവശ്യമുള്ളൂ. ചേരണം. അത് നബിയിലൂടെ അല്ലാതെ ചേരൂല, അള്ളാഹിൻ്റെ ഹബീബിലൂടെ അല്ലാതെ ഒരാൾക്ക് ചേരാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ മാദിഹ്. ഈ മാദിഹിൻ്റെ ചേർച്ച കൊണ്ട് നബി ഒരു ദിവസം ധർമ്മം ചെയ്തേക്കാം. നബിയിലേക്ക് എന്നെ നബി ഒരു ദിവസം ചേർത്തേക്കാം. ആയിക്കോട്ടെ, ഞാൻ പോര്. പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന കുട്ടിക്ക് വാതിലിങ്ങനെ അടിച്ച് കരയ. അപ്പം ചിലപ്പോൾ അമ്മ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, കാരണം ആ ജാതി കുരുത്തക്കടാണോ ചെയ്തത്. അങ്ങനെ അങ്ങനെ വാതിലിനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം ഞാൻ കൈകനി എന്നാലും മതി. ആ വാതിലിനടിക്കണം. ആ വാതിലിൻ്റെ അടിയാണ് സലാത്ത്. അപ്പം ഞാൻ എനിക്കായിരിക്കും പറഞ്ഞു കഴിഞ്ഞു കയറാം. അതെന്താ അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹു അങ്ങനെ ഒരു തൗഫീഖ് കൊടുത്തു? അതെനിക്കറിയില്ല. അതെന്താണ് അങ്ങനെ? അതെനിക്കറിയില്ല. എന്താ ആ മനുഷ്യന് മാത്രം അങ്ങനെ, നമ്മളൊന്നും അങ്ങനെയല്ല. എന്തേ? അത് അള്ളാഹു നീതിമാനാണ്. അള്ളാഹു നീതിമാനാണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ ഇതിൽ വർത്താൻ തന്നെയുള്ളൂ. അള്ളാഹു നീതിമാനാണ്. അപ്പം പാലും മൂത്രവും രണ്ടും പാനീയം തന്നെയാണ്. പക്ഷെ ഒന്നിങ്ങനെ കളയാം, ഒന്നിങ്ങനെ കുടിക്കുക. അതാണ് സിസ്റ്റത്തിൻ്റെ അതിൽ. അങ്ങനെയാണ്. രണ്ടും പാനീയാണ്. ഒന്നിങ്ങനെ കളയും, ഒന്നിങ്ങനെ മോന്തും. എല്ലാം ഒരുപോലെയല്ലേ? എല്ലാം ഒരുപോലെയാണ് കാഫിറിന്. മൂമിനല്ല ഒരുപോലെയല്ല. അള്ളാഹു നിശ്ചയിച്ചതിന് വിലുണ്ടാവും. നമുക്കതിനെ പറ്റി അറിയില്ല, നമുക്കൊന്നും അറിയില്ല. എന്താണ് അറിയുക? അറിവ് എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വളരെ കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. ആരാണ് നിങ്ങൾ? മുസ്ലിമീങ്ങളോ? മുസ്ലിമീങ്ങളോ? ഹാലോവിൻ്റെ എന്നൊക്കെ ആഘോഷിച്ച് നടക്കണ മാപ്പിളാരോ? അയ്യേ ജാമൂസുകളെ, നിങ്ങളെ ജാമൂസ് പറഞ്ഞാൽ ജാമൂസുകൾ കേസ് കൊടുക്കും. ഇപ്പം എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. മുസ്ലിം ലോകം മുഴുവനും ഞാൻ ഹാലോവിൻ്റെ ആഘോഷിക്കായിരുന്നു. മുസ്ലിമീങ്ങൾ മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും GCC കൺട്രീസ് മൊത്തം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ
സൂപ്പർ മാർക്കറ്റുകളിലും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലുമാണ് ഹാലോവിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കേരളത്തിൽ. എന്താണ് ഈ ഹാലോവിൻ്റെ? പിശാചിൻ്റെ ദിവസം. അതിനപ്പുറം ഞാൻ പറയണില്ല. അവരെ എതിർക്കൂല നമ്മൾ. എതിർത്താൽ നമുക്കൊന്നും കിട്ടൂലല്ലോ. അവരവിടെ പോയിട്ടല്ലേ നമ്മളെ മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ അവിടെ പോയിട്ടല്ലേ പൈസ ഉണ്ടെന്ന് എന്നിട്ടല്ലേ നമ്മൾ സമ്മേളനം നടത്തണം. പോലെ എതിർക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ ഹിദായത്ത് കിട്ടുന്നു. നമുക്ക് ഹിദായത്ത് എന്ന പേരിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഓനെ കിട്ടും. അങ്ങനെ ഒരു പേരിടാം ഒരു കുട്ടിക്ക്. ഹിദായത്ത് ഉറപ്പില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഹിദായത്ത് എന്ന് പേരിട്ടാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് ഹിദായത്ത് വന്നോ, ഹിദായത്ത് പോയോ, ഹിദായത്ത് ഉണ്ടോ ഉണ്ട് എന്നറിയും പെണ്ണുങ്ങളവിടെ എന്ന് പറയാം. അല്ലാതെ അള്ളാഹുവിൻ്റെ വെളിച്ചം കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹലോവിൻ്റെ ആഘോഷിച്ചവർക്ക് ദീനേ ഇല്ല, അവർക്ക് ഇസ്ലാമും ഇല്ല, അവർക്ക് പഠിച്ചോനെ പേടിയില്ല. അവരുടെ ജീവിതത്തിൽ പിശാചിൻ്റെ സ്വാധീനം മരണം വരെ ഉണ്ടാവും. അവർക്കൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും. അതിന് സൗകര്യം ചെയ്തു കൊടുത്തവർ, അത് ചെയ്തവർ. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റ് നടക്കൂലെന്ന്. പൂട്ടിക്കളട നമുക്ക് സൂപ്പർ മാർക്കറ്റ്. എന്തിനടാ ഈ സൂപ്പർ മാർക്കറ്റ്? അള്ളാഹ് നിർബന്ധമാക്കിക്കണം സൂപ്പർ മാർക്കറ്റ്. എന്തിനാണ് സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റ് ഹോട്ടലിൽ മുഴുവൻ പിന്നെ ഞാൻ അഴിഞ്ഞാടുക ചെയ്ത് പിശാചിന് വേണ്ടി. ഇതാണ് ഹാലോവിൻ്റെ. എവിടെ അഴിഞ്ഞാടിയത്? സൗദി, UAE, ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്ന മുസ്ലിം സ്ഥാപനങ്ങളിലാണ്, ലോകത്ത് മുഴുവനും. എന്താ ഹാലോവിൻ്റെ? അവർക്ക് മുഴുവനും പിശാചിൻ്റെ സ്വാധീനം ഉണ്ടാവും. അവർക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. പിശാചിൻ്റെ പിശാച് കയറാൻ എളുപ്പമാണ്, പോകാൻ എളുപ്പമല്ല. പിശാച് കയറാൻ എളുപ്പമാണ്, പിശാച് കയറാൻ എളുപ്പമാണ്. ഈ സദസ്സിൽ ഒരാളുണ്ട് ഇന്ന് രാവിലെ, ഇന്ന് രാവിലെ ഒരാൾ എന്നോട്, മിനിഞ്ഞാന്ന് അയാൾ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ അയാൾ എന്നോട് വന്നാണ് പറഞ്ഞു, എനിക്ക് പിശാചിൻ്റെ സ്വാധീനം ഉണ്ടായിപ്പോയിട്ടുണ്ട്, എന്താണ് ഉസ്താദേ ഒരു പരിഹാരം? അപ്പോൾ തന്നെ പറഞ്ഞു ചെയ്തു, എനിക്ക് മറ്റന്നാൾ ഗൾഫ് പോകണം, എന്തേലും ചെയ്തായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരാൾക്ക് പിശാച് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് തിരിയണമെങ്കിൽ സമയമെടുക്കും. പിന്നെ അത് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കും. പിശാച് കയറൽ 1 സെക്കൻഡാണ്. പിശാച് ഇറങ്ങൽ 1 ദിവസം കൊണ്ടോ 100 ദിവസം കൊണ്ടോ 1000 ദിവസം കൊണ്ടോ 10000 ദിവസം കൊണ്ടോ പിശാച് ഇറങ്ങൂല. പിശാചിനെ ക്ഷണിച്ചു കയറ്റാണ്. എന്ത്? അങ്ങനെ പോകില്ലല്ലോ, വന്നോ പോയേക്കാം. ഇത് വരുത്തുകയാണ്. ഏത്? ഹലോവിൻ ഡേയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിശാചുമായി ആ വ്യക്തിക്ക് സ്വാധീനം ഉണ്ടാവും, ജീവിതം മുഴുവൻ സ്വാധീനം ഉണ്ടാവും. ഇനി എങ്ങനെയെന്ന് രക്ഷപ്പെടാൻ അതെനിക്കറിയില്ല. ഞാൻ തന്നെ മൂക്കില്ലാത്തവന് മുറിമൂക്കനായതുകൊണ്ട് രാജാവായതാണ്. ഞാൻ രാജാവായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് മൂക്കില്ലാത്തതുകൊണ്ട് ഞാൻ മൂക്കുണ്ട് എന്ന് ചെറിയ ഒരു എന്താ പറയുക, അങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്നല്ലോ, കടലാസിൻ്റെ തോണി ഉണ്ടാക്കുക, അങ്ങനെ ഞാൻ കടലാസിൻ്റെ മൂക്കുണ്ടാക്കി വെച്ചതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മൂക്കുണ്ടെന്ന് വെച്ച് തീർക്കുക. എനിക്കും മൂക്കില്ല. എന്ന് പറഞ്ഞത് സ്വഹാബികളോടാണ്. നമുക്ക് എന്ത് വിവരം? നിങ്ങൾ വിവരമുള്ള ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല. ആരാണ് ഈ നിങ്ങൾ? അസ്ഹാബുൻ നബിയിൽ മുസ്തഫ. നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല. മിനൽ ഇൽമി, ഇൽമിൽ നിന്ന് ഇല്ല ഖലീലൻ, അല്പമല്ലാതെ. നിങ്ങൾക്കും വിവരം എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല. നമുക്ക് റസൂലുള്ളാഹി എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനമായത് നമുക്കറിയില്ല. മൂസാ നബിയോട് ഖദർ പറഞ്ഞില്ലേ അലൈഹിസ്സലാത്തു വസ്സലാം, ഇൽമി വഇൽമുക ഫീ ഇൽമില്ലാഹി മാ നഖസ ഹാദൽ അസ്ഫൂർ മിൻ ഹാദൽ ബഹർ. രണ്ടാൾ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ അടക്കാക്കിളി കപ്പലിൻ്റെ കൊമ്പിൽ വന്നിരുന്നു. ഫനഖറ നഖറതൻ മിനൽ ബഹർ, എന്നിട്ട് ഫറജഅ മാകാൻ, പിന്നെ അത് സമുദ്രത്തിൽ നിന്ന് തൻ്റെ കൊക്ക് കൊണ്ട് ഒന്നിങ്ങനെ കുത്തി. ഫറജാലമാക്കാന, പിന്നെ അവിടെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഖദർ പറഞ്ഞു മൂസാ നബിയോട്, മൂസ ഉൻദുർ ഇലാ ഹാദൽ അസ്ഫൂരി
وإلى منقاره وإلى هذا البحر وإلى ما وصل البلل في منقار هذا العصفور من هذا البحر. ഈ കിളിയിലേക്കും ആ സമുദ്രത്തിലേക്കും ആ കൊക്കിലേക്കും ആ കൊക്കിൽ ഈ സമുദ്രത്തിൽ നിന്ന് പറ്റിയ നനവിലേക്കും ഒന്ന് നോക്ക്. ഇൽമി വഇൽമുക ഫീ ഇൽമില്ലാഹി മാ നഖസ ഹാദൽ അസ്ഫൂർ മിൻ ഹാദൽ ബഹരി. എന്റെയും നിന്റെയും വിവരം അല്ലാഹുവിന്റെ വിവരവും തമ്മിലുള്ള വ്യത്യാസം ഈ നനവും ആ സമുദ്രവും തമ്മിലുള്ള വ്യത്യാസം. ഇതാരോട് പറഞ്ഞാണ്? ഖദ്ർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു. അപ്പൊ നമ്മളെ വിവരെന്താ? എന്റെയും നിങ്ങളുടെയും വിവരം ആ കിളിയുടെ കൊക്കിലുള്ള നനവും ഈ ബഹറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മളോ എന്താണ് നിങ്ങൾ പറഞ്ഞത്? ചിന്തിക്കണം.